നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഉയർത്തിയ തുടർഭരണ വിവാദം ഇടതുപക്ഷത്തിന് തലവേദനയായിരിക്കുകയാണ്. ഒരു പാർട്ടിക്ക് തന്നെ തുടർഭരണം ലഭിക്കുന്നത് അത്ര നല്ല ആശയമല്ലെന്ന് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്നാൽ സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും ഇടതുപക്ഷത്തിന് ആത്യന്തികമായി വിജയമോ പരാജയമോ ഇല്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. ഇതിന് മറുപടിയായി സച്ചിദാനന്ദൻ തൻ്റെ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. ഭരണം തുടരുമ്പോൾ പാർട്ടി പോലും ആഗ്രഹിക്കാത്ത തരം ആളുകളും അവസരവാദികളും ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരാനും സ്വന്തം ആവശ്യങ്ങൾക്കായി പാർട്ടിയെ ഉപയോഗിക്കാനും സാഹചര്യമുണ്ടാകുന്നുണ്ടെന്ന് സച്ചിദാനന്ദൻ പറയുന്നു. ഇത്തരം ഒരു തകർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തിരുന്നുള്ള സജീവമായ പ്രവർത്തനം ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത് കരുത്തുറ്റ പ്രതിപക്ഷമാണെന്നും പ്രതിപക്ഷത്തിരിക്കുന്നത് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴിയാണെന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് താനിത് പറയുന്നതെന്നും സച്ചിദാനന്ദൻ ആവർത്തിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും വീണ്ടും ഒരു ഭരണം കൂടി ലഭിച്ചാൽ അങ്ങനെയൊരു പതനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരുന്നത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കാനും ജനങ്ങളിൽ നിന്ന് പാർട്ടി അകറ്റാനും കാരണമാകും. നിലവിലെ സർക്കാരിൻ്റെ കീഴിൽ വികസനം, പരിസ്ഥിതി സംരക്ഷണം, സാക്ഷരത, മലയാള ഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനസൗഹൃദമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ഭരണ നേതൃത്വത്തെയോ പാർട്ടിയോ വിമർശിക്കാൻ പൊതുജനങ്ങൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കൂടാതെ വോട്ട് ലക്ഷ്യമാക്കി ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കാനുള്ള മതേതര പാർട്ടികളുടെ ശ്രമങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആശയപരമായ തലത്തിൽ CPIM ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പഴയകാലത്തെ സായുധ വിപ്ലവങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിൽ കാപട്യമുണ്ടെന്നും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സ്റ്റാലിനിസവും ചൈനയുടെ സാമ്രാജ്യത്വ സ്വഭാവവും ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറയുന്നു. വലിയ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം പരാജയപ്പെടുന്ന കാഴ്ചയാണുള്ളത്. അതിനാൽ സോഷ്യലിസം ലക്ഷ്യമാക്കിയുള്ള ജനാധിപത്യത്തിലാണ് ഇന്ത്യൻ പാർട്ടികൾ വിശ്വസിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ദീർഘകാലം അധികാരത്തിലിരുന്നപ്പോൾ ബംഗാളിൽ ഒരു വിഭാഗം അടിച്ചമർത്തപ്പെട്ടുവെന്നും നീതി നിഷേധമുണ്ടായെന്നും അദ്ദേഹം പറയുന്നു. പിണറായി സർക്കാർ തുടർഭരണത്തിനായി ശ്രമിക്കുന്നതിനിടെ ഇടത് സഹയാത്രികൻ കൂടിയായ സച്ചിദാനന്ദൻ്റെ നിലപാട് വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെ സച്ചിദാനന്ദൻ പാർട്ടി പ്രവർത്തകനല്ലെന്നും ഒരു ഇടതുപക്ഷ അഭ്യുദയകാംക്ഷി മാത്രമാണെന്നും KK ശൈലജ ടീച്ചർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. വികസനത്തിൻ്റെ തുടർച്ചയ്ക്കായി ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരണമെന്നാണ് മുന്നണിയുടെ നിലപാടെന്നും KK ശൈലജ പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. PM KS ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ദേശീയ പ്രതിരോധ നിധി എന്നിവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അനുവദിക്കേണ്ടതില്ലെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കത്ത് നൽകിയതായുള്ള വാർത്ത പുറത്തു വരികയാണ്. ജനുവരി 30-നാണ് കത്ത് നൽകിയതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ശൂന്യവേളയിലോ പ്രത്യേക പരാമർശം വഴിയോ 3 ഫണ്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ അനുവദിക്കരുത് എന്നാണ് കത്തിൽ പറയുന്നത്. ലോക്സഭാ ചട്ടങ്ങൾ പ്രകാരം ഈ 3 ഫണ്ടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവകാശമില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 3 ഫണ്ടുകളിലേക്കുമുള്ള തുക ജനങ്ങൾ സ്വമേധയാ നൽകുന്നതാണ്. രാജ്യത്തിൻ്റെ സഞ്ചിത നിധി അഥവാ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള വിഹിതം ഇതിലില്ലെന്നുമാണ് ചോദ്യങ്ങൾ അനുവദിക്കരുത് എന്ന് പറയാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ള ന്യായീകരണം. ലോക്സഭാ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന ലോക്സഭാ ചട്ടം 41-ന്റെ 2-8, 41-ന്റെ 2-17 ചട്ടങ്ങൾ പ്രകാരം ഈ 3 നിധികളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവകാശമില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക പരിഗണനയിൽപ്പെടാത്ത വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പാടില്ലെന്നാണ് ലോക്സഭാ ചട്ടം 41-ന്റെ 2-8 പറയുന്നത്. സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വമോ നിയന്ത്രണമോ ഇല്ലാത്ത വ്യക്തികളെക്കുറിച്ചോ സ്ഥാപനങ്ങളെക്കുറിച്ചോ ചോദ്യം പാടില്ലെന്നാണ് 41-ന്റെ 2-17 പറയുന്നത്. ചോദ്യങ്ങൾ വിലക്കിക്കൊണ്ടുള്ള കത്തിൽ പ്രതികരണം തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ലോക്സഭാ സെക്രട്ടേറിയറ്റുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരിച്ചില്ലെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് പോലുള്ള ദേശീയ അടിയന്തര സാഹചര്യങ്ങൾക്കായി രൂപീകരിച്ച പൊതു ചാരിറ്റബിൾ ട്രസ്റ്റാണ് PM കെയേഴ്സ്. പ്രകൃതിക്ഷോഭങ്ങൾ, വലിയ അപകടങ്ങൾ, കലാപങ്ങൾ എന്നിവയിൽ ഇരയാകുന്നവർക്കുള്ള പ്രത്യേക സഹായം പെട്ടെന്ന് എത്തിക്കലാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിക്കുന്നത്. സായുധ സേനയിലെയും അർദ്ധസൈനിക വിഭാഗങ്ങളിലെയും അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനാണ് ദേശീയ പ്രതിരോധ നിധി ഉപയോഗപ്പെടുത്തുന്നത്. 2020 മാർച്ച് 27-നാണ് PM KS ഫണ്ട് നിലവിൽ വന്നത്. PM KS ഫണ്ട് ഭരണഘടനയുടെയോ പാർലമെൻറ്റ് നിർമ്മിച്ച ഏതെങ്കിലും നിയമത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതല്ലെന്നും ഇതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് മാത്രമാണെന്നും 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി കായിക രംഗത്തു നിന്നുള്ളൊരു വാർത്തയാണ്. ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് മത്സരത്തിൽ കളിക്കാൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് മുന്നിൽ പാകിസ്ഥാൻ ഉപാധികൾ മുന്നോട്ട് വെച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ബംഗ്ലാദേശിന് ഉയർന്ന തുക നഷ്ടപരിഹാരമായി നൽകുക, T20 ലോകകപ്പ് കളിക്കുന്നില്ലെങ്കിലും ബംഗ്ലാദേശിന് പാർട്ടിസിപ്പേഷൻ ഫീ നൽകുക, ഭാവിയിലെ ICC ഈവൻറ്റുകളുടെ ആതിഥേയത്വത്തിനായി ബംഗ്ലാദേശിനെയും പരിഗണിക്കുക എന്നിങ്ങനെ 3 ആവശ്യങ്ങളാണ് പാകിസ്ഥാൻ ICCക്ക് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അഥവാ PCBയുടെ ചെയർമാൻ മൊഹ്സിൻ നഖ്വി, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖ്വാജ, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രസിഡന്റ് അമീനുൽ ഇസ്ലാം എന്നിവരാണ് ലാഹോറിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കേണ്ട മത്സരം ഉപേക്ഷിക്കുമെന്ന പാകിസ്ഥാൻ്റെ നേരത്തെയുള്ള നിലപാട് ടൂർണമെൻറ്റിന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിലാണ് ICC നേരിട്ട് ചർച്ചയ്ക്കെത്തുന്നത്. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ 5 മണിക്കൂറോളമാണ് പാക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അധികൃതരുമായി ചർച്ച നടന്നത്. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ സർക്കാരുമായി കൂടിയാലോചന നടത്തുമെന്ന് PCB നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്. PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. തിങ്കളാഴ്ച വൈകിട്ടോടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ചർച്ചകളിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റിൻ്റെ സാന്നിധ്യവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിയാണ് ഇന്ത്യയിൽ T20 ലോകകപ്പ് മത്സരങ്ങൾ കളിക്കാനാവില്ലെന്ന നിലപാട് ബംഗ്ലാദേശ് സ്വീകരിച്ചത്. മത്സരങ്ങളുടെ വേദി മാറ്റണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ICC അനുമതി നിരസിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കളിക്കില്ലെന്ന നിലപാട് BCI ആവർത്തിച്ചതോടെ ICC ബംഗ്ലാദേശിനെ T20 ലോകകപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പകരം സ്കോട്ട്ലൻഡിനെയാണ് ടൂർണമെൻറ്റിൽ ഉൾപ്പെടുത്തിയത്. വിഷയത്തിൽ ബംഗ്ലാദേശിൻ്റെ അതേ നിലപാടാണ് പാകിസ്ഥാനുമെന്നാണ് സൂചന. ഇരു ബോർഡുകളും തമ്മിൽ ധാരണയിലെത്തിയതായും ഇതിനകം വാർത്തകൾ വരുന്നുണ്ട്. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഒരുപക്ഷെ ഈ മത്സരം മുടങ്ങിയാൽ അത് ICCക്ക് കനത്ത സാമ്പത്തിക ആഘാതമുണ്ടാക്കും. ബ്രോഡ്കാസ്റ്റർമാർ നൽകുന്ന വലിയ തുകയുടെ പ്രധാന ആകർഷണം ഇത്തരം ഗംഭീര പോരാട്ടങ്ങളാണ്. മത്സരം റദ്ദാക്കിയാൽ പരസ്യ വരുമാനത്തിലും സ്പോൺസർഷിപ്പിലും വലിയ ഇടിവുണ്ടാകും. ഇത് ICC അംഗരാജ്യങ്ങൾക്ക് നൽകുന്ന വാർഷിക ലാഭവിഹിതത്തെ അടക്കം ബാധിക്കും. ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുമോ അതോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബഹിഷ്കരണത്തിന് ലോകകപ്പ് സാക്ഷ്യം വഹിക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഒത്തുതീർപ്പ് ഉടൻ ഉണ്ടായേക്കുമെന്നും ഫെബ്രുവരി 15-ലെ മത്സരം ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.